ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്ന് എങ്ങോട്ടായി ഒരുങ്ങി പോകുന്നതെന്നല്ലേ? ഒന്ന് ഉത്സവം കണ്ടിട്ട് വന്നാലോ? എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ സീസൺ ആയതുകൊണ്ട് അത് കിട്ടി കേട്ടോ. എൻ്റെ ചേച്ചിയെ കെട്ടിച്ചു വിട്ടത് കിളിമാനൂർ പുളിമാത്താണേ. ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഇന്ന് ഉത്സവം കാണാൻ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അച്ഛനും അമ്മയും ഞാനും കുഞ്ഞുബാവയും കൂടാണേ പോകുന്നത്. മോൻ കാറി കയറിയപ്പോഴേ എൻ്റെ മടിയിരുന്ന് ഉറക്കമായി കേട്ടോ. നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായാലും അങ്ങ് എത്തിപ്പെട്ടു. അപ്പം ദേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ. ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി കേട്ടോ. ഇതാണ് ഈ വീട്. ചേച്ചി ഗേറ്റിൻ്റെ ബാക്കിൽ ഞങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ ഓടിപ്പോയി കേട്ടോ. ഞങ്ങൾ നേരെ അങ്ങനെ കയറിപ്പോയി. ഇതേ കുട്ടീസ് എല്ലാം വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പൂസ് ഞങ്ങളെ കണ്ടപ്പോഴേ ചാടി സ്റ്റേറിൻ്റെ മണ്ടേ കയറി. ാട്ടോ വന്നത്. ഞങ്ങൾ എന്നിട്ട് നേരെ അമ്പലത്തിലോട്ട് ഇറങ്ങിപ്പോകാമെന്ന് വെച്ചു. വൈകിട്ട് രാത്രിയിൽ ഗാനമേളയുണ്ടേ, അപ്പോൾ അതെങ്കിലും കാണാം എന്ന് വെച്ച് നമ്മളെല്ലാവരും അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ശരിക്കും ആളുണ്ടായിരുന്നു കേട്ടോ. റേബാൻ എന്ന് പറഞ്ഞ് ആലപ്പുഴ കൊണ്ടിരിക്കുവാണേ. അവനാ കത്തിയണേന്ന് ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ദേ കുറേ നേരമൊക്കെ പരിപാടി കണ്ടു കേട്ടോ. അവനും ഉറങ്ങിയിട്ടില്ലായിരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മോൻ ഉറക്കമായി. പിന്നെ ദേ ഞങ്ങൾ ചുമ്മാതെ കുത്തിയിരുന്ന് ഫാമിലിയായിട്ട് എല്ലാവരും നല്ല പാട്ടും കേട്ടപ്പോൾ നമുക്കെന്തോ. പിന്നെ ഇത് നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് നമ്മുടെ മൗനരാഗത്തിലെ രതീഷ്, അതായത് ഞങ്ങളുടെ ഉണ്ണിയണ്ണൻ. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ സ്വന്തം ചേട്ടൻ വല്ലിച്ചൻ്റെ മോനാണ് ഉണ്ണിയണ്ണൻ. അപ്പോൾ ഉണ്ണിയണ്ണന് പൊന്നാടയൊക്കെ അണിഞ്ഞു കേട്ടോ. പിന്നെ ഏകദേശം പരിപാടി തീരാറായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടെ ലാസ്റ്റ് ഗ്രൂപ്പായിട്ട് നിന്ന് അവരുടെ ലാസ്റ്റ് സോങ്സ് ഉണ്ടല്ലോ, അതെല്ലാം അവർ മിക്സായിട്ട് പാടി കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം എല്ലാ പരിപാടി കഴിയുന്നത് വരെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അത് അവസാനമായപ്പോഴത്തേനും ഒത്തിരി പിള്ളേർ എവിടെ നിൽക്കുകയോ ഓടി വന്നു. ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ബായ്.